നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. ബീഫ്, തേങ്ങാക്കൊത്ത്, മല്ലിച്ചപ്പ്, തക്കാളി, സവാള അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം കൂടിയാണ് നമ്മൾ. പിന്നെ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും ഒന്ന് പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്താൽ മതി. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കുക. ദെൻ അത് ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലേക്ക് ചിക്കൻ ഇടുക, ഈ വറുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി ഇടുക, പിന്നെ സവോള ഒരു സവോളയുടെ പകുതി സവോള, ഒരു 1/4 ഭാഗം സവോള ഇതിലേക്ക് ഇടുക, കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക, ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇത് വെളിച്ചെണ്ണയാവുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായി കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മളതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ട് ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് നമ്മൾ ഗ്യാസ് സ്റ്റവിലേക്ക് വയ്ക്കാം. ഇത് ഒരു വേവ് അനുസരിച്ചിട്ട് നമ്മളൊരു 5 to 6 വിസിൽ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേസമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാളയിൽ ബാക്കിയുള്ള സവാള ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ 1/2 kg ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സവാള മതിയാവും. ഒത്തിരി സവാള കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടാവും, അതത്ര നമുക്ക് ആവശ്യമില്ല. നമ്മളൊരു വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം, ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ദെൻ അത് നമുക്കൊന്ന് ചൂടാറുന്ന വരെ മാറ്റി വയ്ക്കാം. എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നമ്മുടെ ബീഫ് അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. പിന്നെ അതിനകത്തേക്ക് ബീഫിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന സവോളയും പിന്നെ തക്കാളി, നേരത്തെ എടുത്ത് വെച്ച തക്കാളി അരച്ചതും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു 1 to 2 വിസിൽ അടുപ്പിക്കുക. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കടുകിടുക, എണ്ണ ഒഴിക്കുക. ദെൻ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഒരു സ്പൂൺ ഇഞ്ചി ഇടുക. ദെൻ നമ്മളതിനകത്തേക്ക് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്യണം. അത് ഇഞ്ചി ഒന്ന് ചെറിയതായിട്ടൊന്ന് ചുവന്നതിന് ശേഷം നമ്മളതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കുറച്ചൊരു എമൗണ്ട് ഇട്ടാൽ മതി. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ഇടുക. പിന്നെ നമുക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഒരു നുള്ളിട്ടാൽ മതി, ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇടുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കത് അതിലേക്ക് വേണ്ടി മല്ലിയില, കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് പച്ചമുളക് ആഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ശേഷം നമുക്കത് കഴിക്കാനായി റെഡി.